അരുൺ തോമസിനെ കാണാൻ വരുന്ന ശ്രുതി. അരുൺ തോമസിന് മുന്നിൽ മനസ്സ് തുറക്കുന്ന ശ്രുതി. സാറിനിപ്പോ എന്റെ ജീവിതം ഒരു ഗെയിമാ. ബോറടിക്കുമ്പോ തട്ടിക്കളിക്കാനുള്ള ഗെയിം അല്ലേ സർ? ഒടുവിൽ സുദീപിനെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്റെ സഹായം എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് വാക്കുകൊടുക്കുന്ന അരുൺ തോമസ്. അവനിട്ടൊരു പണി നമുക്ക് കൊടുക്കണ്ടാ. വെറുതെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയല്ലേ, അത് ശരിയാവില്ല. രവിയുടെ വീട്ടിൽ ശ്രുതി അവിടെ നിൽക്കുന്നതിനെ പറ്റി ചർച്ച നടക്കുന്നു. ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ താമസിപ്പിക്കുന്നതെന്നും ജയസുധയുടെയും സുദീപിന്റെയും വിവാഹത്തെ അത് ബാധിക്കുമെന്നും ജലജ പറയുന്നു. അതിനെ നിഷേധിക്കുന്ന രവിയും ചിത്രഭാനുവും. ശ്രുതിയെ വീട്ടിലാക്കി തിരിച്ചു പോകുന്ന അരുൺ തോമസ്. ശ്രുതിയെ ചോദ്യം ചെയ്യുന്ന ജലജ. ഇപ്പൊ വന്നത് ആരാ കുട്ടിയുടെ? എന്റെ ഫ്രണ്ടാ. ഭർത്താവിന്റെ ഫ്രണ്ടോ കുട്ടിയുടെ ഫ്രണ്ടോ? ഇനി തുടർന്ന് കാണുക. ശ്രുതി, 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 ഒന്നും വിചാരിക്കല്ലേട്ടോ. അമ്മ ഇങ്ങനെയാ, വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും. മനസ്സിലൊന്നും വെക്കാത്തോണ്ടാട്ടോ. ആളൊരു പാവാണ്. ഈ നാട്ടുകാർക്കൊക്കെ ഇത് എന്തിന്റെ സൂക്കേടാ? ശ്രുതി ഇപ്പൊ ഇവിടെ താമസിക്കുന്നതിന് അവർക്കെന്താ? അവരുടെ ചെലവിലൊന്നും അല്ലല്ലോ താമസിക്കണേ. പിന്നെന്താ പ്രശ്നം? പിന്നെ കല്യാണം ആവുമ്പത്തേക്കും ശ്രുതി അങ്ങ് പോവുമല്ലോ. പിന്നെ ആർക്കാ ഇവിടെ പ്രശ്നം? എടി കൊച്ചേ, അമ്മേ, ഞാനൊരു കാര്യം അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. ഇത്രയും നാളായിട്ട് നിന്നെ കാണാൻ എന്താ അമ്മ ഇത്? നീ മിണ്ടാതിരിക്കടി, കാര്യം പറയട്ടെ. നിന്നെ കാണാൻ ഏതെങ്കിലും ഒരു ബന്ധുക്കാരോ സ്വന്തക്കാരോ ഈ പടി ചവിട്ടിയിട്ടുണ്ടോ? എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കണ്ട. അയ്യടാ, സംസാരിക്കണ്ടെന്നോ? എനിക്ക് പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയും പറയും. നിന്റെ വകയെന്നോ നിന്റെ ഭർത്താവിന്റെ വകയെന്നോ ആരെങ്കിലും നിന്നെ അന്വേഷിച്ചു വന്നിട്ടുണ്ടോ? മിണ്ടാതിരിക്കാമേ പ്ലീസ്. നിന്നോടല്ലേ താഴെ പോകാൻ പറഞ്ഞത്? ഒരു കൂട്ടുകാരി ഇവിടെ കേറി ഇറങ്ങി പോകുന്നുണ്ടായിരുന്നല്ലോ. ഒന്നുമല്ലല്ലോ നീ ഒരു ഗർഭിണിയല്ലടി കൊച്ചെ. തെരുവിലൂടെ നടക്കുന്ന നാടോടികൾക്ക് പോലും ഉണ്ടല്ലോടി ബന്ധക്കാരും സ്വന്തക്കാരും ഒക്കെ. നിനക്ക് അതുപോലും ഇല്ല. അതിന് അവരൊക്കെ അങ്ങ് ദൂരെയാണെന്നല്ലേ അമ്മ ശ്രുതി പറഞ്ഞേ. അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ. വാ അമ്മേ. അമ്മ ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ടോ? അത് ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അമ്മ, അതൊക്കെ ഇവിടെ ഇവിടെ കേറ്റി പൊറപ്പിച്ചവർ പറഞ്ഞതാ. അതും എങ്ങാണ്ടൊക്കെയാണെന്ന്. ഇതൊക്കെ നാടകങ്ങളാണടി. നീ ആ സുരഭിയുടെ അനുജത്തിയാണെന്നല്ലേ പറഞ്ഞത്? അല്ലേ? സുരഭിയുടെ അനുജത്തിയാണെങ്കിൽ പിന്നെ അവളെങ്കിലും നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ? എന്താടി മിണ്ടാതെ നിൽക്കുന്നത്? നിന്റെ മിണ്ടാട്ടം അങ്ങ് മുട്ടിപ്പോയോ? ഇതൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട യാതൊരു കാര്യമായിരിക്കില്ല. കാര്യമുണ്ടടി. നിനക്ക് എന്നോട് ഇതൊക്കെ ബോധ്യപ്പെടുത്തേണ്ടി വരും. കാരണം എന്റെ മോള് നാളെ മുതൽ ജീവിക്കേണ്ട വീടാ ഇത്. അല്ലാതെ കണ്ടോടന്നിറങ്ങി വയറും പെറുപ്പിച്ചിട്ട് വന്നു. അതൊന്നും എന്റെ അടുത്ത് വേണ്ട. വർത്താനം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാനും നോക്കണ്ട. ഞാൻ ചോദിച്ചിട്ട് ആദ്യം മറുപടി പറയടി. അമ്മേ, ചോദിക്കാൻ സമ്മതിക്കില്ല. നീ അങ്ങോട്ട് മാറ്. അവളോട് ഇനി ഞാൻ ചോദിച്ചിട്ട് എന്നെ ബാക്കി കാര്യമുള്ളൂ. അങ്ങോട്ട് ജയസുദേ, നീ മിണ്ടാതിരിക്കുന്ന നിനക്ക് നല്ലത്. ഇവളൊക്കെ ഇതും പറയും ഇതിനപ്പുറം പറയും. വിടങ്ങോട്ട്. ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. പൂച്ച പോലെ ഇരിക്കുന്നവരാ ഇപ്പൊ പുലിയെ പോലെ ചാടി വീഴുന്നത്. ഓ, അനുഭവിക്കും. വിളിച്ച് കയറ്റിയവരും കൊണ്ടുവന്ന് താമസിപ്പിച്ചവരും ഒക്കെ അനുഭവിക്കും. സുരഭിയുടെ അനുജത്തിയ. ആരാ ഈ സുരഭി? എവിടുത്തെ കാര്യം ഈ സുരഭി? ആദ്യം അവളോട് ഇങ്ങ് വരാൻ പറ. അനിയത്തിയാണ് പോലും അനിയത്തി. എന്നെ കൊടുത്ത് പറയിപ്പിക്കരുത്. നിന്റെ അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറയടി.
വേഗം ഇവിടെ ഇറങ്ങാം. അമ്മയൊന്നും മിണ്ടാതിരിക്കോ, ഒന്ന് പതുക്കെ പറ. നീ എന്താ ജലജയെ കാണിക്കുന്നേ? പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ? ഒരു മര്യാദ വേണ്ടേ? ഞാൻ ഇങ്ങനെ വായി തോന്നിയത് വിളിച്ചു പറയുന്ന സ്വഭാവക്കാരിയാ, സമ്മതിച്ചു. എന്നാൽ എന്റെ കുടുംബത്തിന്റെ മാനവും മര്യാദയും നാട്ടുകാരെ കൊണ്ട് പറഞ്ഞു ചിരിപ്പിക്കാൻ ഇടവരുത്തിയിട്ടില്ല. കുറച്ച് കാശും പണവും ഒക്കെ കുറവാന്ന് മാത്രമേ ഉള്ളൂ. നീ ഇതെന്ത് ഭാവിച്ചാ ജലജയെ? രവിയും സബിതയൊക്കെ നമ്മളെ പോലെയാണോ? അയ്യോ അല്ല, സമ്മതിച്ചു. നാട്ടിൽ നല്ല നിലയും വിലയും ഒക്കെ ഉള്ള ആൾക്കാരാ. ആവശ്യത്തിനേക്കാൾ സ്വത്തും പണവും ഒക്കെ ഉണ്ട്. എന്തൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വിവരക്കേട് കാണിക്കോ? ഇവിടെ ഇപ്പൊ എന്തോ സംഭവിച്ചെന്നാ ജലജ പറയുന്നേ? സബിതയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടി, അവളിപ്പൊ കുറച്ചുനാൾ ഇവിടെ നിന്നെന്ന് വെച്ചാ എന്താ സംഭവിക്കുക? അത് കൊള്ളാം. നിങ്ങൾക്ക് ആർക്കൊന്നും ആലോചിച്ച മനസ്സിലാവത്തില്ലേ? അല്ല, ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടല്ലേ അല്ലേ? എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. ഇതിപ്പോ എല്ലാവർക്കും ഒരു തമാശക്കളി പോലെ. എന്റെ പൊന്ന് ജലജേച്ചി, ശ്രുതി ഇവിടെ സ്ഥിരതാമസത്തിന് വന്നൊന്നുമല്ലല്ലോ. തൽക്കാലം ഒരു സൗകര്യം, അത്രയല്ലേ ഉള്ളൂ. നാളെ നമ്മുടെ ജയസുധയ്ക്ക് ഇതേപോലൊരു വീട്ടിൽ പോയി നിൽക്കേണ്ടി വന്ന ചേച്ചി അവിടെ ചെന്ന് ഇതുപോലെ ബഹളം വെക്കോ? ആ കേൾക്ക്. എത്ര നിസ്സാരമായിട്ടാ രവി ഇത് എന്നോട് പറയുന്നത്? എന്റെ മോളെ ഞാനിങ്ങനെ അഴിഞ്ഞാടാനൊന്നും വിടത്തില്ല. ജലജെ, നാളെ ഇതിന്റെ പേരിൽ നമ്മുടെ കുടുംബം തമ്മിൽ അടിക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. വന്നിങ്ങോട്ട് മടി. ഇറങ്ങിങ്ങോട്ട്. ആ രവിയെ, ഇക്കഴിഞ്ഞ കുറെ വർഷങ്ങൾ കൊണ്ട് ഞാനൊരു കാര്യം പഠിച്ചു. അതെന്താ? ഈ നാക്കിനെല്ലില്ലാത്ത പെണ്ണിനെയും ഓവർലോഡ് കയറ്റിയ വണ്ടിയെയും വിശ്വസിക്കരുത്. രണ്ടും ചതിക്കുകയും ചെയ്യും, നാണം കെടുത്തുകയും ചെയ്യും. ഡബിൾ ബെല്ല്. അങ്ങോട്ട് വന്നേക്ക്. ഡബിൾ ബെല്ലല്ല, ട്രിപ്പിൾ ബെല്ല നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ജലജേച്ചിക്ക് ശ്രുതിയെ കുറിച്ച് എന്തൊക്കെയോ സംശയം മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ ഈ ലെവലിൽ ഒരു വർത്തമാനം വരില്ല. എന്റെ പേടി ഇനി ഇതിന്റെ പേരിൽ കല്യാണം മുടങ്ങുമെന്നാ. അങ്ങനെ കല്യാണം മുടക്കാനൊന്നും പറ്റൂല. ഇത് അവരുടെ വാശിയാ. ജയസുധി സുദീപും ഒരുമിച്ച് ജീവിക്കണമെന്ന് തീരുമാനിച്ച ആരെതിർത്താലും അവർ ഒരുമിച്ച് തന്നെ ജീവിക്കും. അതത്രയുള്ളൂ. അത് ശരിയാ. എനിക്കതല്ല വിഷമം. ശ്രുതിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കുറിച്ചാ എനിക്ക് ആശങ്ക. എല്ലാവരും ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയ ഈ സമയത്തല്ലേ രവി നല്ല വിശ്രമവും ഭക്ഷണവും കെയറും ഒക്കെ കൊടുക്കേണ്ടത്? ശരിയാണ്, നമുക്ക് വഴിയുണ്ടാക്കാം. സബി, നമ്മള് ശ്രുതിയെക്കുറിച്ച് പറഞ്ഞ കഥകളൊന്നും ജലജേച്ചി വിശ്വസിച്ചിട്ടില്ല. അതിനവർക്ക് അതിൻ്റെതായിട്ടുള്ള ന്യായങ്ങളും ഉണ്ട്. ഒന്നാമത് നല്ലൊരു പെൺകുട്ടി, ഗർഭിണി. അവരുടെ മകൾ ഇങ്ങോട്ടാണല്ലോ വലതുകാലം വെച്ച് കയറി വരേണ്ടത്. സബി, ശ്രുതിയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ ഹോംവർക്ക് ചെയ്യണം. ഐ മീൻ, ചില വിശ്വസനീയമായ സോളിഡ് എവിഡൻസ്. അവളുടെ ഭർത്താവിന്റെ ഒരു ഫോട്ടോ എങ്കിലും നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ കഴിയണ്ടേ? ശരിയല്ലേ? എനിക്കൊന്നും അറിയില്ല രവി. എന്ത് വേണേലും ചെയ്തോ, ഞാൻ കൂടെ ഉണ്ടാവും. ഹാ, അത് കൊള്ളാലോ. ഇപ്പൊ ഞാൻ തനിച്ചായോ? ഇതിന്റെയൊക്കെ തുടക്കം ഈ തലേന്നാണെന്നുള്ള ഓർമ്മ വേണം. ഞാൻ അതല്ല രവി ഉദ്ദേശിച്ചത്. സുദീപിന്റെ വരവിങ് അടുക്കുന്നു, കല്യാണം, അവന്റെ വീട് പണി. അതിനിടയിൽ ശ്രുതിയെ എങ്ങനെ വിശ്വസനീയമായി മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന എനിക്ക് പേടി. ആ, അത് ശരിയാ. നമുക്ക് ഈ നടന്ന കാര്യങ്ങളൊക്കെ സുദീപിനോട് പറയാം. അവൻ ജലജയെ വിളിച്ച് സംസാരിക്കട്ടെ. ശ്രുതി ഇവിടെ നിൽക്കുന്നതിന് അവന് പ്രശ്നമില്ലെന്ന് അവൻ തന്നെ പറഞ്ഞോട്ടെ. അവൻ പറഞ്ഞാ ജലജേച്ചി കേക്കൂ? കേക്കും. ഞാൻ അവനെ ഒന്ന് വിളിച്ചു പറയാം. എന്നാ പിന്നെ നീ പറ. എന്തിനാ ഇങ്ങനെ വള്ളം കളിക്ക് നിൽക്കുന്നേ? ആ കാർ എടുത്ത് പോയിരുന്നെങ്കിൽ മര്യാദയ്ക്ക് ഇങ്ങ് വരായിരുന്നു. ഇങ്ങ എത്തിയില്ലേ, പിന്നെ എന്താ അവൾ എന്തേലും പറയട്ടെ മോളെ. ജാത്യാലുള്ളത് തൂത്താ പോകത്തില്ലല്ലോ. അലപ്പോടലപ്പ്. അതെങ്ങനെയാ? ചിലർക്ക് വെള്ളത്തിൽ ആറാടിയല്ലേ ശീലം. ആരുടെയൊക്കെ ഭാഗ്യത്തിനാ ആ ബസ് ഒന്നും സംഭവിക്കാതെ ഓടുന്നത്. നിന്റെ ഭാഗ്യം അല്ലല്ലോ. ആ, എന്റെ ഭാഗ്യം. ഓഹ്, കാറ് കഴുകിയ തുണി ഇവിടെ തന്നെ അങ്ങ് ഇട്ടേക്കും. കസേരയൊക്കെ വേലത്തിൽ എടുക്ക. ഇങ്ങെടുക്ക. അമ്മയ്ക്കിത് എന്തിന്റെ സൂക്കേടാ? ചിലക്കത് താക്കോലി കൊടുത്താടാ നിന്നെ.
കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഓ. എന്തൊക്കെ ഞാൻ നോക്കണം? മിണ്ടാതിരിക്കാമോ? കെട്ടിയവനെന്ന് പറഞ്ഞ ഒരാളുണ്ട്. മോളെ ഇതൊന്ന് അതും പിടിച്ചേ. കൊള്ളില്ല. ഈ അച്ഛന്റെ ഒരു കാര്യം ഭാരം എന്തിനാ അച്ഛൻ പൊക്കാൻ വയ്യെങ്കിൽ ഇതൊക്കെ എടുത്ത് തലയിൽ വെക്കണേ? അത് അവിടെ എങ്ങനെ നിനക്കത് അറിയത്തില്ല. കിടന്നോളൂലേ? വൈകുന്നേരം ഇത് അവിടെ ഇട്ടൊന്ന് ചാരി ഇരുന്ന ഒരു സുഖ. ആ സുദീപേട്ട, എന്താ ഈ സമയത്ത് വിളിക്കണേ? എന്നാലും നിന്റെ അമ്മയെ സമ്മതിച്ചു മോളെ. ഒരു 1.5 അമ്മായി തന്നെ. ഇനിയുണ്ടോ ഇതുപോലത്തെ ഐറ്റംസ്? എന്താ കാര്യം സുദീപേട്ട? നീ നിന്റെ അമ്മയുടെ കൊടുത്തേ. എന്താ സുദീപേട്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കൊടുക്ക്. രവിയേട്ട വിളിച്ചിരുന്നോ? നീ ഫോണൊന്ന് കൊടുക്ക്. ശരി, എന്താ മോളെ? അമ്മയോട് സംസാരിക്കണമെന്ന്. ആ, അപ്പൊ അവളുടെ കൂത്താട്ടം ജപ്പാനിലും എത്തി. സുദീപേട്ടന്റെ ഫോണാ. ആരാ? സുദീപേട്ടൻ അമ്മയോട് സംസാരിക്കണമെന്ന്. ഞാനെന്ത് സംസാരിക്കാം? വേണ്ട അമ്മയോട് വേണ്ട. സംസാരിക്കണ്ടേന്ന്. ഞാൻ അപ്പോഴേ അമ്മയടുത്ത് പറഞ്ഞതല്ലോ ഒന്ന് പറയണ്ടെന്ന്. ഇന്ന് ഹോൾഡ് ചെയ്യാണ്. ആ സുദീപേ, മോൻ സുഖായിരിക്കുന്നോ മോനെ? ആ, സുഖായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? അല്ല, കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? കല്യാണത്തിന്റെ ആൾക്കാരൊക്കെ ക്ഷണിച്ചു തുടങ്ങിയോ? പിന്നെ എല്ലാം ഭംഗിയായിട്ട് പോന്നു. എല്ലാവരെയും വിളിച്ചും കഴിഞ്ഞു. പിന്നെ മോനെ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? നമ്മുടെ വീട്ടിലെ തങ്കക്കുട്ടി പോലത്തെ ഒരു കൊച്ചു നിപ്പില്ലേ, ഒരു സുന്ദരി കുട്ടി. അതിനെ ഇപ്പൊ തന്നെ പറഞ്ഞു വിടണമെന്നാ നാട്ടുകാരൊക്കെ പറയണത്. അതൊരു പാവം പെങ്കൊച്ചല്ലേ മോനെ? അതും പോരാഞ്ഞ് ഗർഭിണിയും. പാവം കിട്ടില്ലേ? ഈ അസൂയക്കാരുടെ ഒക്കെ ഒരു കാര്യം നോക്കണേ. അത് ഏത് നാട്ടുകാർ അങ്ങനെയൊക്കെ പറയുന്നേ? ഇനി അങ്ങനെയൊക്കെ ചെയ്യുന്ന ശരിയാണോ അമ്മായി? അത് ഈ ഒരു അവസ്ഥയില് അമ്മായി സമ്മതിക്കരുത് കേട്ടോ. എനിക്ക് അമ്മായി ഉള്ളതാ ഒരു ധൈര്യം. ചിലപ്പോ രവിയേട്ടനും സബിതേടത്തും പോലും അന്തസ്സും ആഭിജാത്യൊക്കെ നോക്കി ആ പെൺകുട്ടിയെ പറഞ്ഞുവിടാൻ നോക്കിയാലും അമ്മായി അതിനെ സമ്മതിക്കരുത്. ഞാൻ അങ്ങനെ ചിന്തിക്ക പോലും ഇല്ല മോനെ. എന്നാലും സുദീപേ, കല്യാണത്തിന് മുൻപ് തന്നെ ആ പെണ്ണിനെ അങ്ങ് പറഞ്ഞു വിടണമെന്നാ രവിയും സബിതയും ഒക്കെ പറയുന്നത്. നാട്ടുകാരതും ഇതൊക്കെ ചോദിക്കില്ലേ? അല്ല, അതാലോചിക്കുമ്പോ ശരിയല്ലേ മോനെ അവര് പറയുന്നത്? അല്ല മോൻ പറ, ശരിയല്ലേ? അതെങ്ങനെ ശരിയാവും അമ്മായി? കല്യാണം കഴിയുന്നവരെങ്കിലും ആ കുട്ടി അവിടെ നിന്നോട്ടെന്നേ. പിന്നെ നമുക്ക് അവളെ അമ്മായിയുടെ അടുത്ത് നിർത്താലോ. ജയ പോയി കഴിയുമ്പോ പിന്നെ അമ്മായിക്കൊരു കൂട്ടും ആവുമല്ലോ. പിന്നെ പ്രസവം നോക്കാൻ അമ്മായിക്കൊരു എക്സ്പീരിയൻസും. ഞാൻ ആ കുട്ടിയുടെ ഭർത്താവിനെ വിളിച്ച് സംസാരിക്കാം. അല്ല സുദീപേ, അത് അമ്മായി നല്ലത്. അതങ്ങ് ഫിക്സ് ചെയ്യ അമ്മായി. അമ്മായി ഫോണൊന്നും അവളുടെ കൊടുത്തേ. അതെ സുദീപേ, ഞാൻ കൊടുക്കമ്മായി. ആ സുദീപേട്ട, എന്ത് പിന്നെ? സുദീപ് മോൻ എന്താ ജലജ പറഞ്ഞത്? ഓ, ആ കൊച്ചിനെ ഇവിടെ കൊണ്ട് നിർത്തണമെന്ന്. ഏത് കൊച്ചിനെ? യോ, അവളുടെ വീട്ടിൽ നിൽക്കുന്നില്ലേ ഒരു വയറ്റുകണ്ണി പെണ്ണ്, അവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണമെന്ന്. അവൻ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ തന്നെയാ പറഞ്ഞത്. അവളുടെ പ്രസവരക്ഷ ഞാൻ നോക്കണമെന്ന്. അവനിത് ആരുടെ ഈ പറയുന്നേ? അവൻ എന്താ വിചാരിച്ചത്? അവന്റെ ഒരു അഹങ്കാരം. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞോ? അങ്ങനെ തന്നെയാ പറഞ്ഞത്. അടിമോനെ ഡബിൾ ബെല്ല്. അവൻ എന്റെ മരുമോൻ തന്നെയാ. ദേ, എനിക്കിവിടെ എന്റെ തന്നെ പോലുള്ള ഈയാമ്പറ്റ കൊച്ചുങ്ങളുടെ ഇതുപോലുള്ള തിമിംഗലങ്ങളുടെയും പരുന്തുകളുടെയൊക്കെ വായിച്ചെന്ന് ചാടി കൈകാലിട്ടടിക്കണത് എന്താ ഇപ്പൊ അങ്ങനെ? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ജീവനുള്ള സകലതിനും ഇഷ്ടമുണ്ടാവില്ലേ സാർ? താരിപ്പത് അല്ലടോ, വീട്ടില് അച്ഛനും അമ്മയൊന്നുമില്ലായിരുന്നു എനിക്ക്. താനെന്താ സ്വയംഭൂവായിട്ട് പൊങ്ങി വന്നതാ? പണ്ട് സീത പൊങ്ങി വന്ന പോലെ? ഒരു കന്നാലിയെ പ്രേമിച്ചു പോട്ടെ, പുറത്തേക്ക് പോകുമ്പോഴെങ്കിലും ഓർക്കണ്ടേ താലിയും മാലിയൊന്നും കെട്ടിയിട്ടില്ലെന്ന്. കഷ്ടാട്ടാ, നിങ്ങളെപ്പോലെ അതിനെയൊക്കെ പഠിപ്പിച്ച കാശ് വേസ്റ്റാണ്. ഞാനിപ്പോ സാറിന്റെ കൂടെ വിശ്വസിച്ച് വരുന്നില്ലേ? എന്ത് ധൈര്യത്തിലാ? അപ്പടി പോടെ. അപ്പൊ ഇഷ സോറിട്ടാ, ശ്രുതി രണ്ടും കൽപ്പിച്ചാണല്ലേ? ലോ, താൻ പേടിക്കണ്ടട്ടാ, നമുക്ക് കാണാൻ ഒരു നെഗറ്റീവ് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ആള് ഡീസന്റ് ആണ്. പിന്നെ എന്തുട്ടാ അവിടുത്തെ വിശേഷങ്ങള്? ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ നാവില് ഗുളികനാണ്. അതുകൊണ്ട് കൊരട്ടി ഭാഷയെ വരുള്ളൂ.
ഇനി അവൻ എപ്പോഴാ എഴുന്നള്ള? എത്താറായി. അവിടെ കല്യാണൊരുക്കങ്ങളാ രണ്ടു വീട്ടിലും. എങ്ങനെയാടോ തനിക്ക് ഇത്ര നിസ്സംഗതയോടെ നിൽക്കാൻ കഴിയണേ? തന്റെ സ്ഥാനത്തേക്ക് മറ്റൊരുത്തെ കൈപിടിച്ച് കയറ്റുന്നത് തനിക്ക് താങ്ങാൻ പറ്റൂടോ? ഈ കല്യാണം നടക്കാൻ പാടില്ലട്ടാ. നടന്ന അക്രമായി പോവും. എന്തുട്ടാ തന്റെ അഭിപ്രായം പറയടോ? താനൊന്നും ഞൊടിച്ചാ മതിട്ടാ. ഈ താലികെട്ട് 8 നില പൊട്ടിച്ചിട്ട് അവനെ കൊണ്ട് തന്റെ കഴുത്തിൽ താലി ഇടിച്ചരാം. എന്തേ വിശ്വാസണ്ടാ? താനെന്തടോ ഒന്നും മിണ്ടാത്തെ? മിണ്ടില്ല. തനിക്കെപ്പോഴും അവനോടല്ലേ കൂറ്. താനൊന്നും നന്നാവലടോ. എന്റെ ചങ്കടിപ്പണ്ടാ താനെന്റെ അമ്മാവന്റെ മോളാണെന്ന് തോന്നുമല്ലോ. നമ്മളെന്തിനാ വെറുതെ BP കൂട്ടണേ? വീട്ടിലിടാ. ഇതെന്തുട്ടേ നോക്കണേ? കണ്ടോ കണ്ടോ കണ്ണുരെ കണ്ടോ? നമ്മള് സ്വിറ്റ്സർലാൻഡിലെ പൂങ്കാവനത്തിലൂടെയല്ലേ യാത്ര. ഇതാണ് ഗടി നിനക്ക് നിന്റെ ഷാജഹാൻ താജ്മഹൽ പണിയാൻ വാങ്ങിയിട്ട അലുവാത്തുണ്ട് പോലത്തെ പ്ലോട്ട്. കണ്ടട്ടാ വലത് കാല് വെച്ച് ഇറങ്ങിക്ക. കിടുക്ക സൈറ്റാട്ടാ. ഒത്ത നീളം, ഒത്ത വണ്ണം, ഒത്ത വീതി. ന്യൂജൻ സ്റ്റൈൽ ഒരു കൊട്ടാരം അങ്ങോട്ട് പടുന്ന ഭൂമിദേവി വന്ന് അതിനകത്ത് കൂടിയിരിക്കട്ടാ. എന്തൊട്ട് പറയാനാ? തനിക്ക് അനുഭവിക്കാൻ യോഗം ഇല്ലാണ്ടായിപ്പോയി. താജ്മഹൽ പോയിട്ട് ഒരു താലിയെങ്കിലും കെട്ടാമായിരുന്നില്ല അവന്. സാറിനെ കളിയാക്കാനാണ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. കാറിലിരുന്ന് പറഞ്ഞൊന്നും പോരെ? അല്ലടോ, അങ്ങനെ കളിയാക്കാൻ താനെന്താ കളിപ്പാവയാ? ഞാനെന്റെ സങ്കടം കൊണ്ട് പറഞ്ഞ എന്റെ നാവിന്മേൽ ഗുളിയം കയറിയെന്നാ നാട്ടുകാർ പറയണ. തനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? താനൊരു കനലായി തീരണം അവന്റെ ഉള്ളില്. ദേ ആവില്ലേ? നമുക്ക് ഈ വാശിയും വൈരാഗ്യമൊക്കെ കർത്താവ് തന്നിരിക്കുന്നത് എന്തിനാന്ന തന്നെ വിചാരം? അതുകൂടെ ഇത് കിച്ചൺ, ഇത് ഫാമിലി റൂം. നെഞ്ചിനകത്ത് ഒരു കടലിങ്ങനെ കിടന്ന് ഇരമ്പടണ്ടല്ലോ. അതിന്റെ അലയടികൾ നമ്മുടെ കാതില് കേൾക്കണുണ്ടാ. ഒരു ഇരമ്പല് പോലെ. ഈ മനസ്സിന്റെ ഒരു കളിയെ പെട്ടെന്നൊരു നിമിഷം ഈശയുടെ മനസ്സില് ഇവിടെ ഒരു കൊട്ടാരവും അതിൽ 2-3 കുട്ടികളും അവർക്കൊപ്പം മനസ്സുകൊണ്ട് മംഗല്യം ചെയ്തവനും ഓടി വന്നല്ലേ. ഡോ, ഈ തരിച്ച നിലം പോലല്ല മനസ്സിടേണ്ടത്. മുള്ളും മൊനയും കൊണ്ട് അതങ്ങ് നിറയ്ക്കണം. വഞ്ചന പോലെ പൊറുക്കാൻ കഴിയാത്തൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഈ പ്ലോട്ട് നല്ല സൈറ്റും സൈസും സമാകൃതിയൊക്കെയാണ് ഇഷ. ഓ സോറിട്ടാ ശ്രുതി, എന്റെ വായിന്ന് അതേ വരുള്ളൂ. പക്ഷേ ഭൂഗർഭജലം ഉണ്ടോന്നാ എന്റെ സംശയം. ഓ നീ ഇങ്ങനെ വന്നേ. ഫോണിലാ പെമ്പിളടുത്ത് ചാറ്റ് ചെയ്യാ. ഇതടാ ഭൂഗർഭജലം ഉണ്ടോ ഇവിടെ? എന്തൊട്ട് ഭൂഗർഭ? അതെന്തൊട്ട് ഗർഭ? അമ്മാതിരി ഗർഭൊന്നും ഇവിടെ ഇല്ലാട്ടാ. ഇവിടൊക്കെ മാന്യന്മാരാ. വെള്ളം കിട്ടുമോ ഇഷ്ടം ഇവിടെ? കിട്ടും. 10 ചോടാ പോയ പുഴയാ. അല്ലെങ്കിൽ റോഡിലോട്ട് പോയാൽ കുപ്പിവെള്ളം കിട്ടും. നിന്റെ വീട് എവിടെയാണ്? കൊരട്ടില? അല്ല, നമ്മള് ചാലക്കുടി. ചാലക്കുടിയിലാ? ഇത് പണ്ടേതോ സിനിമയിൽ പറഞ്ഞോലേ
എന്റെ അപ്പനവിടെ കട നടത്തിയിട്ടുണ്ട്. കൊരട്ടിൽ എന്റെ അപ്പന് കോൺട്രാക്ട് പണിയായിരുന്നേ. ആണാ? ആ മൊത്തം കൺഫ്യൂഷൻ ആയല്ലേ. നിന്റെ അപ്പൻ ഇപ്പൊ എവിടെയാണ്? അപ്പം പോയിട്ട് വർഷങ്ങളായിട്ടാ. നിനക്ക് പോണ അവിടേക്ക്? വേണ്ട. പോണോ അവിടേക്ക്? താൻ ചിരിച്ചട്ടാ? അങ്ങനെയെങ്കിലും ചിരിക്കടോ. തന്റെ ആ ഗഡിമോനെ കാലത്ത് 11 മണിക്ക് വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വിളിച്ചിട്ടുണ്ടാവോ? ഇനി രാവിലെ തന്നെ അമ്പും വില്ലും എടുത്ത് കാമദേവനെ പോലെ ജാപ്പനീസ് ഗോപികമാരെ തേടി ഇറങ്ങിയിട്ടുണ്ടാവും. ഒന്ന് വിളിച്ചു നോക്കാം. അവിടുത്തെ ടൈം എന്താണെന്ന് അറിയില്ലട്ടാ. ഹലോ. ആ ഹലോ, ഞാനിപ്പോ സാറിന്റെ പ്ലോട്ട് നിൽക്കാണ്. ഇത് 1.5 പ്ലോട്ടാട്ടാ. മനസ്സിനകത്ത് ഒരു രമ്യഹർമ്മം അത് ഞാനുണ്ടാക്കി കഴിഞ്ഞു. ഇമ്മളൊറ്റയ്ക്കല്ലട്ടാ. എൻ്റെ കൂടെ സാറിന്റെ വീട്ടിൽ നിൽക്കണ ആ കുട്ടിയുണ്ട്. ഓ, ആളൊരു മിടിക്കേട്ടാ. ഇമ്മളൊരു ഹിന്റ് അങ്ങോട്ട് കൊടുത്താ 30 അങ്ങോട്ട് സ്കോർ ചെയ്യും. ഐ സി. ഇറ്റ്സ് ഫൈൻ. ചില പെൺകുട്ടികൾ അങ്ങനെയാ. അസാധ്യമായ ടാലന്റഡ് ആയിരിക്കും. ആൻ എക്സ്ട്രാ ഓർഡിനറി സെൻസ്. അങ്ങനെയുള്ള പെൺകുട്ടികളാ ജീവിതത്തിലൊരു അസറ്റ്. ചില മണഗുണാഞ്ചന്മാർക്ക് അതൊന്നും മനസ്സിലാവില്ല. കാട്ടുകോഴിക്ക് എന്തിട്ട് കർപ്പൂര വാസന. അപ്പഴേ സാറിനൊരു ഡ്രീം ഹോം സ്വപ്നം ഉണ്ടാവല്ലോ. അതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് പ്ലാൻ ചെയ്യായിരുന്നു. അതാണ് ഈ ഡ്രീം ഹോം കൺസ്ട്രക്ഷന്റെ ഒരു മനഃശാസ്ത്രം. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ പെണ്ണും വീടും ജീവിതത്തിൽ ഒരു തവണ ആശിച്ച് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് നേടൂ. കാരണം രണ്ടിലും സ്വസ്ഥമായിട്ട് ജീവിക്കണമല്ലോ. നിങ്ങൾ അയച്ച പ്ലാൻ ഞാൻ അപ്രൂവൽ ചെയ്ത് അയച്ചിട്ടുണ്ട്. ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ ഡ്രീം. ഗുഡ് ഐഡിയ. കണ്ടിട്ടാ? പക്ഷെ അത് ചോരേട്ടം മാത്രമുള്ള അളവാണ്. അതിനകത്ത് ജീവിക്കുന്നവർക്ക് ഒരു സ്വപ്നം കാണും. ഉദാഹരണത്തിന് നമുക്കൊരാളെ അങ്ങോട്ട് പ്രേമിക്കണം തോന്നിയാ നമ്മൾ പറയില്ലേ കൂട്ടുകാരോട്, അവളുടെ നിറം ഇങ്ങനെ വേണം, മുടി മുട്ടോളം വേണം, മുഖം അങ്ങനെ ഇരിക്കണം എന്നൊക്കെ. അത് നമ്മൾ ആഗ്രഹിക്കുന്നതാട്ടാ. സാറിനും കാമുകുണ്ടായിരിക്കുമല്ലേ? ഉണ്ടെന്നല്ല ഉദ്ദേശിച്ചേട്ടാ. ചിലർക്ക് നല്ല തടിച്ച് ചീമപ്പന്നിയെ പോലെ ഇരിക്കണം, ചിലർക്ക് സിനിമ മതി, വേറെ ചിലർക്ക് മുഖത്തൊരു കണ്ണാടി വേണം. ഓരോരോ ഇഷ്ടങ്ങളെ. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടങ്ങളൊന്നുമില്ല. എനിക്കത്ര ശീലമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ. യു ക്യാൻ ഡു ഇറ്റ്. ഹൈ, അങ്ങനല്ലല്ലോ അതിൻ്റെ ഒരു കിടപ്പേ. നമുക്കൊരു നിർബന്ധം ട്ടാ. നമ്മളുണ്ടാക്കുന്ന വീട് നിങ്ങളുടെ ആഗ്രഹത്തിന് 90% എങ്കിലും ചേരണമെന്ന്. ഇവിടെ ലാലേട്ടൻ ഒരു സിനിമയിൽ പറയുന്ന ഡയലോഗില്ലേ, നിങ്ങളുണ്ടാക്കുന്ന വീട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതാണ് കാര്യം. അപ്പോഴേ ഫോൺ ഞാനൊന്ന് കൊടുക്കാണ് നിങ്ങളുടെ കൂട്ടുകാരിക്ക്, നിങ്ങളുടെ ശ്രുതിയുടെ കയ്യിലോട്ട്. സംസാരിക്കടോ. സംസാരിക്കേ. സംസാരിച്ചോടോ. ഹലോ. ഹലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വീട്ടിൽ വിളിച്ചാലും തന്നെ കുറിച്ച് എല്ലാരും പറയാറുള്ളത് ഇപ്പൊ അരുൺ സാറും. ഇറ്റ്സ് ഗ്രേറ്റ്. ഒരാളെ പറ്റി എല്ലാരും ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് അയാളുടെ സ്പെഷ്യാലിറ്റി കൊണ്ട് മാത്രം. ശ്രുതി എന്തോന്നും പ്രതികരിക്കാത്തത്? ഞാനെന്താ പറയാ, സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു. അവിടെ എനിക്കൊരു വീട് വേണം. സ്വപ്നം പോലെ സുന്ദരവും സ്വർഗം പോലെ മനോഹരമായൊരു വീട്. എനിക്കും എന്റെ ജയസുതയ്ക്കും ഞങ്ങളുടെ മക്കൾക്കും സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു സ്വപ്നക്കൂട്. കോഹിനൂർ ഗാർഡൻ. വെൽ, ആ പേരല്ല, അതൊരു സിറ്റുവേഷനിൽ ഇട്ടുപോയതാ. അതെന്താ ആ പേര് മാറ്റിയത്? അത് കൊള്ളായിരുന്നല്ലോ. കോഹിനൂർ ഗാർഡൻ, വെളിച്ചത്തിന്റെ പൂന്തോട്ടം. ആരാ ഈ പേര് തന്നത്? എന്റെ മനസ്സിൽ ഈ പേരായിരുന്നല്ലോ. നമ്മുടെ ആശയും ആഗ്രഹങ്ങളും ആവേശങ്ങളും നിറഞ്ഞ വെളിച്ചത്തിന്റെ വീട്. അതൊരു കഥയാ, അതൊക്കെ പിന്നെ പറയാം. വെൽ, എനിക്കിപ്പോ ആ പേര് വേണ്ട. ആ ഓർമ്മകളൊന്നും എനിക്ക് വേണ്ട. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ശരി.